എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ചുറ്റും കാണുന്ന ചില കേൾക്കുന്ന ചില വാർത്തകളുണ്ടല്ലോ. നമ്മളിപ്പോൾ എന്താ പറയുക, ഈ അടുത്ത കാലത്ത് നമുക്ക് കാണാൻ കഴിയുന്ന, കേൾക്കാൻ കഴിയുന്ന ചില വാർത്തകൾ, അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കാരണം നമുക്ക് പുറത്തിറങ്ങി നമ്മളിപ്പോൾ വണ്ടിയിൽ പോവുകയാണെങ്കിലും നടന്നു പോവുകയാണെങ്കിലും ഒക്കെ നമുക്ക് ചില വിശ്വാസങ്ങളുണ്ട് അല്ലേ. എതിരെ വരുന്ന ബസ്സോ കാറോ നമ്മളെ ഇടിക്കില്ല, അത് നേരെ കടന്നു പോകും അല്ലേ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിശ്വാസങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ ജീവിതം തന്നെ മുന്നോട്ട് നയിക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് വിശ്വാസങ്ങളാണ് അല്ലേ. അപ്പോൾ ആ വിശ്വാസങ്ങളെയൊക്കെ തകർക്കുന്ന രീതിയിലുള്ള ചില വാർത്തകളാണ് നമ്മളിപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെ കാറിടിച്ച് കൊന്ന ഒരു കേസ്. അപ്പോൾ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് എല്ലാം തന്നെ. അതിൽ അവർ എത്രത്തോളം അവർ കളങ്കിതരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്താണ് സംഭവം എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. വാർത്തകളിൽ പറയുന്ന കാര്യം മാത്രമേ നമുക്കറിയുള്ളൂ. അതുകൊണ്ട് നമ്മളാരെയും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം എന്താണ് അവരുടെ അവസ്ഥ എന്ന് നമുക്കറിയില്ല. അപ്പോൾ മദ്യം, മയക്കുമരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഉപയോഗം കൂടുകയാണ് അല്ലേ, ചെറുപ്പക്കാരുടെ ഇടയിലും കൂടെ. അപ്പോൾ നമുക്ക് നല്ലൊരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരുന്നു അല്ലേ. സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നല്ലൊരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഉടമകളായിരുന്നു നമ്മൾ പണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള നമ്മളെ ഇംഗ്ലീഷ് വിദേശ വിദ്യാഭ്യാസം വന്നതോടുകൂടിയാണ് ഇതെല്ലാം ആകെ തകർന്ന് തരിപ്പണായത് അല്ലേ. അപ്പോൾ എന്താ പറയുക, വികസനവും പുരോഗതിയും ഒക്കെ ആവശ്യമാണ്. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ഒരു വികസനം ഉണ്ടല്ലോ, മനസ്സിൻ്റെ എന്താ പറയുക, മനസ്സിന് വേണ്ട വിദ്യാഭ്യാസം അത് നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ നല്ലൊരു ജീവിതമാണ് അല്ലേ, നല്ലൊരു സമൂഹമാണ്, മനുഷ്യത്വമുള്ള ഒരു സമൂഹം അല്ലേ, നല്ലൊരു ജീവിതം, ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതാണോ ഇപ്പോൾ നടക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇപ്പോൾ എന്താ പറയുക, വാല്യൂസ് ഇല്ലാതാകുന്നു അല്ലേ. എനിക്ക് തോന്നുന്നു കുട്ടികൾ കുറച്ച് ഭേദമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കുള്ള ചില ആളുകളാണ് ഈ പ്രശ്നങ്ങളിലൊക്കെ പോയി പെടുന്നത്. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും കൊടുക്കേണ്ട ഒരു വാല്യൂ സിസ്റ്റം ഉണ്ടല്ലോ. ഓരോ വീട്ടിലും ആ ഒരു വാല്യൂ സിസ്റ്റം ഉണ്ടെങ്കിൽ കുട്ടികൾ ഒരിക്കലും ഇങ്ങനെ തിരിഞ്ഞ് നടക്കില്ല എന്നുള്ളതാണ് സത്യം. സാധാരണ രീതിയിൽ നമ്മൾ വീട്ടിൽ ഇത്തരത്തിലുള്ള ഒരു വാല്യൂ സിസ്റ്റം രക്ഷിതാക്കൾ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ അത് ഇൻസ്റ്റിൽ ചെയ്യണം. എന്നാൽ മാത്രമേ കുട്ടികൾ വഴിതെറ്റി പോകാതിരിക്കുള്ളൂ. അവർക്ക് ആരെങ്കിലുമൊക്കെ ഭയം ഉണ്ടാവണം അല്ലേ. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് അറിയാം, ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ല, അവരെ വഴക്ക് പറയാൻ പാടില്ല. ശരിയാണ്, സംഗതി ശരിയാണ്, വഴക്ക് പറഞ്ഞുകൊണ്ടൊന്നും നേടില്ല. എങ്കിലും നമ്മൾ ആ വാല്യൂസ് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ വഴക്ക് പറയാതിരിക്കുക, അടിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പണ്ടൊക്കെ പേടിച്ചിട്ടായിരുന്നു ആളുകളൊന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ വഴക്ക് പറയണമെന്നോ അല്ലെങ്കിൽ അടിക്കണമെന്നോ അല്ലെങ്കിൽ അടിച്ച് ഒരു വാല്യൂ സിസ്റ്റം ഉണ്ടാക്കാനോ ഒന്നും നമുക്ക് സാധ്യമല്ല. അപ്പോൾ വാല്യൂ സിസ്റ്റം ഉണ്ടാക്കണമെങ്കിൽ അത് അവരുടെ മനസ്സിൽ രൂഢമൂലമാവണം. അത് ചെറുപ്പത്തിൽ തന്നെ രക്ഷിതാക്കൾ തന്നെ ഇത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ അധ്യാപകർക്കും വാല്യൂസ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരുപാട് അധ്യാപകരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒട്ടും വാല്യൂസ് ഇല്ലാത്ത അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അധ്യാപകരെ അങ്ങനെ കുറ്റം പറയുകയല്ല, വിരലിലെണ്ണാവുന്നവരെ ഉണ്ടാവുള്ളൂ. എങ്കിലും ആ ഒരു വാല്യൂ സിസ്റ്റം പാലിക്കാത്ത അധ്യാപകരില്ലേ അല്ലേ. പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന അധ്യാപകർ, സ്ത്രീകളെ താഴ്ത്തിക്കെട്ടുന്ന, എന്താ പറയുക, സ്ത്രീകളെ വളരെ അധമന്മാരായിട്ട് കാണുന്ന ചില അധ്യാപകർ നമ്മുടെ ചുറ്റുമില്ലേ. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ജോലിയുള്ള കാലത്ത് ഞാൻ അധ്യാപികയായിരുന്നു കുറേ കാലം. അപ്പോൾ ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ സ്വന്തമായ അഭിപ്രായമുള്ള ഒരു സ്ത്രീയെ അടിച്ചമർത്തുക, അവരെ ഒറ്റപ്പെടുത്തുക, താഴ്ത്തിക്കെട്ടുക, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് അഭിപ്രായമുണ്ട്, അതാണ്. സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും ഒക്കെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രീതിയാണ് നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് ചെറുപ്പത്തിലെ. നമുക്ക് തെറ്റ് ചെയ്യാൻ പറ്റില്ല, അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിൽ വളർത്തിയത് കൊണ്ട് തന്നെ സത്യത്തിനും നീതിക്കും വേണ്ടിയിട്ട് എപ്പോഴും ശബ്ദമുയർത്തുന്ന ഒരു സ്വഭാവം എന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവർ നമ്മൾ ശത്രുക്കളാവുമല്ലോ.
അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ ശത്രുക്കളായി. പിന്നെ സ്ത്രീകൾ പിന്നെ ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള തെറ്റായ കുറേ വിശ്വാസങ്ങൾ പുരുഷന്മാർക്കുണ്ട് അല്ലേ. നമ്മുടെ ഈ ഒരു സമൂഹം എന്ന് പറയുന്നത് ഇപ്പോൾ പുരുഷാധിഷ്ഠിതമാണ് അല്ലേ. പണ്ട് അത് സ്ത്രീകളുടെ കയ്യിലായിരുന്നു അധികാരം മുഴുവൻ അല്ലേ. അവിടെ പണ്ട് വിവാഹം എന്ന് പറയുന്നത് കാരണവന്മാരൊക്കെ കൂടെ തീരുമാനിച്ചാൽ ഇന്നയാളെ വിവാഹം കഴിപ്പിക്കുക, അങ്ങനെ കഴിപ്പിക്കും. അപ്പോൾ ഇദ്ദേഹം ചിലപ്പോൾ രാത്രിയാകുമ്പം സംബന്ധമാണ് പണ്ട്. വിവാഹം എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ. ബാക്കിയുള്ളവരൊക്കെ സംബന്ധമാണ്. അപ്പോൾ അവർ പുരുഷന്മാരാണെങ്കിൽ അവർ സംബന്ധമുള്ള വീട്ടിലേക്ക് പോകും. സന്ധ്യയാകുമ്പോൾ ചൂട്ടും കത്തിച്ച് പോകുക എന്നൊക്കെ കണ്ടില്ലേ, ഇന്ദുലേഖയൊക്കെ വായിച്ചാൽ നമുക്കറിയാം, പഴയ നോവലുകളൊക്കെ വായിച്ചാൽ അറിയാം. അപ്പോൾ അവർ അവിടെ പോവും. അങ്ങനെയാണ് പിള്ളേരൊക്കെ ഉണ്ടാകുന്നതൊക്കെ അങ്ങനെയാണ്. കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ അത് തറവാട്ടിലെയാണ്. സ്ത്രീകൾക്കാണ് അവിടെ പ്രാമുഖ്യം കൂടുതൽ. സ്വത്തുക്കൾ എല്ലാം സ്ത്രീകൾക്കാണ്, മരുമക്കൾക്കാണ് അല്ലേ. പണ്ട് മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കാണ് സ്വത്തുക്കൾക്കൊക്കെ അവകാശം ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരു കാലമായിരുന്നു. സ്ത്രീകൾക്ക് ഒരുപാട് സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്ന കാലമാണ്. ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ സമൂഹത്തിൽ ഇപ്പോൾ ഒരു സദ്യയൊക്കെ ആണെങ്കിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, ഞങ്ങളുടെയൊക്കെ സമൂഹത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് ആദ്യം ഭക്ഷണം കൊടുക്കുക. അതിനുശേഷം മാത്രമേ പുരുഷന്മാർ കഴിക്കുള്ളൂ ഞങ്ങളുടെയൊക്കെ ഒരു കമ്മ്യൂണിറ്റിയിൽ. എന്നാൽ അതേസമയം മറ്റ് കമ്മ്യൂണിറ്റികളിൽ ഞാൻ കണ്ടത് പുരുഷന്മാർ ആദ്യം കയറി കഴിക്കും, സ്ത്രീകൾക്ക് അവസാനം ബാക്കി ഉണ്ടേ കഴിക്കുക, അത്ര തന്നെ. ആ ഒരു രീതിയിലാണ് സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെയൊക്കെ സമൂഹത്തിൽ നേരെ തിരിച്ചാണ്. സ്ത്രീകൾക്കാണ് കുറച്ചും കൂടെ വാല്യൂ ഉള്ളത്. ഒരു വിവാഹബന്ധം വേർപെടുത്തണം എന്നുണ്ടെങ്കിൽ സ്ത്രീക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. കിണ്ടിയെടുത്ത് കമഴ്ത്തി വയ്ക്കുക, പായെടുത്ത് പുറത്ത് വയ്ക്കുക. ഇത് കണ്ടാൽ അറിയാം വരുന്ന ആൾക്ക് എനിക്ക് നിങ്ങളെ വേണ്ട എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതാണ് ഡൈവേഴ്സ് അല്ലേ. പിറ്റേ ദിവസം തന്നെ കാരണവന്മാരൊക്കെ ചേർന്നിട്ട് വേറൊരു വിവാഹം ഫിക്സ് ചെയ്യും, വേറൊരാളെ കൊണ്ട് ഈ സ്ത്രീയെ വിവാഹം കഴിപ്പിക്കും. ഇങ്ങനെയൊക്കെയായിരുന്നു പണ്ടത്തെ ഒരു രീതി. അപ്പോൾ ഡൈവേഴ്സൊക്കെ വളരെ എളുപ്പമായിരുന്നു. കിണ്ടിയെടുത്ത് കമഴ്ത്തിയാൽ മതി, പായെടുത്ത് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് നിന്നെ വേണ്ട, നിങ്ങളെ വേണ്ട, നിങ്ങളിങ്ങോട്ട് വരണ്ട ഇനി എന്നുള്ളതാണ്. ഡൈവേഴ്സ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നിന്നാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പരിപാടിയല്ല അല്ലേ. 6 മാസം, 1 വർഷം കൗൺസിലിങ്, അതിൻ്റെ മേലെ കൗൺസിലിങ്, പിന്നെ കേസ് അല്ലേ, വക്കീൽ ഫീസ്, ഒരുപാട് ചിലവേറിയ ഒരു സംഭവമാണ് ഇപ്പോൾ ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് എവിടെ വാല്യൂ ഉണ്ടോ അവിടെ ഐശ്വര്യം ഉണ്ടാവും. സ്ത്രീകളെ എവിടെ വില വയ്ക്കുന്നോ അവിടെ ഐശ്വര്യം താനേ വന്ന് ചേരും. ഇത് പുരുഷകേസരികളൊക്കെ മനസ്സിലാക്കിയാൽ നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ സംഗതി ഒക്കെ ആകെ കൊളായി പോകും. ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ പെൺകുട്ടികൾക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവരെ എന്താ പറയുക, വാല്യൂസൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് വളർത്തുന്നത്. പക്ഷേ പുരുഷകേസരികളെ ഇതൊന്നും ബാധകമല്ല. പുരുഷകേസരികൾക്ക് ആൺകുട്ടികൾക്ക് വാല്യൂസ് കൊടുക്കുന്നത് കുറച്ച് കുറവാണ് എന്നെനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. അവർക്ക് എന്തും ആവാം, അവരെന്ത് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി സമൂഹത്തിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എല്ലാ വീട്ടിലുമല്ല, പൊതുവെ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കുട്ടികളെ വളർത്തുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു വാല്യൂ സിസ്റ്റം അവരിൽ ഇൻസ്റ്റിൽ ചെയ്യാൻ പാരൻസ് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സെക്കൻഡറി ആയിട്ട് ടീച്ചേഴ്സൊക്കെ വരുന്നുള്ളൂ. കാരണം ഫസ്റ്റ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അമ്മയും അതുപോലെ അച്ഛനുമാണ് അല്ലേ, കുടുംബത്തിലുള്ളവരുമാണ്. ഇപ്പോൾ കൂട്ടുകുടുംബമാണെങ്കിൽ ബാക്കി എല്ലാവരും ഉണ്ടാവും, മുത്തച്ഛൻ മുത്തശ്ശി ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഈ ഒരു വാല്യൂ സിസ്റ്റം കുട്ടികളിൽ ആദ്യം ഇൻസ്റ്റിൽ ചെയ്യേണ്ടത്. അമ്മ തന്നെ ചെറിയ കളവുകളൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ കുട്ടി ബാങ്കുകളിൽ അടിക്കാൻ ഒരു മടി ഉണ്ടാവില്ല കുട്ടിക്ക് അല്ലേ. അപ്പോൾ നമ്മൾ കർമ്മം കൊണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കണം കുട്ടികൾക്ക് എന്താണ് അവർ ചെയ്യേണ്ടത് എന്നുള്ളത്. അതല്ലാതെ നമ്മൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമ്മൾ നമ്മുടെ പ്രവൃത്തിയിൽ കൂടി അവർക്ക് കാണിച്ചു കൊടുക്കണം. നമ്മൾ ജസ്റ്റ് ആയിരിക്കണം. നമ്മൾ സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും അനുസരിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുട്ടികളും അതനുസരിച്ച് ജീവിച്ചുകൊള്ളും. അതാണ്. അപ്പോൾ ആ വാല്യൂ സിസ്റ്റം അവരിൽ ഇൻസ്റ്റിൽ ആയിക്കോളും. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ പല കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒക്കെ ഈ വാല്യൂ സിസ്റ്റം ഇൻസ്റ്റിൽ ചെയ്യാൻ ശ്രമിക്കുക കുട്ടികളിൽ. അത് വളരെ തവണ പറയേണ്ടി വരും. ചെറിയ കുട്ടികൾ ചെറുപ്പത്തിൽ ചില കളവുകൾ, ചില കുരുത്തക്കേടുകളൊക്കെ ചെയ്യും അല്ലേ. അങ്ങനെയൊന്നും ചെയ്യാത്തവരാരുമില്ല. എല്ലാ കുട്ടികളും കുട്ടിക്കാലത്ത് എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അതൊക്കെ നിസ്സാരമായിട്ട് തള്ളുക, അത് പിന്നെ പറയാതിരിക്കുക. അവരെ അത് ശക്തമായിട്ട് അത്തരത്തിലുള്ള തെറ്റുകൾ അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ കുട്ടികളിൽ വാല്യൂസ് ഇൻസ്റ്റിൽ ആയിക്കോളും. അപ്പോൾ പാരൻസ് കുട്ടികളിൽ വാല്യൂസ് ചെറുപ്പത്തിൽ തന്നെ ഇൻസ്റ്റിൽ ചെയ്യാൻ വളരെയധികം ശ്രദ്ധിക്കുക.
അതിന് ഈ പഴഞ്ചൊല്ലുകളൊക്കെ വളരെ ഇഫക്റ്റീവാണ് കേട്ടോ. ഞങ്ങൾക്കൊക്കെ അമ്മ ശരിക്കും അമ്മയും അച്ഛനൊക്കെ പഴഞ്ചൊല്ലുകളാണ് എപ്പോഴും ഈ വാല്യൂ സിസ്റ്റം ഇൻസ്റ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയെങ്കിലും നല്ല ഒരു സമൂഹം ഉണ്ടാവണം അല്ലേ? നമുക്കൊക്കെ റോഡിലിറങ്ങി സമാധാനത്തോടെ നടക്കാൻ പറ്റണ്ടേ? കഴിഞ്ഞ ദിവസം എനിക്ക് തന്നെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഞാൻ കാർ ഓടിച്ച് വരുന്ന സമയത്ത്, കോഴിക്കോട് നിന്ന് വരുന്ന സമയത്ത്, ഒരു മാരുതി കാറ് പെട്ടെന്ന് എൻ്റെ നേരെയാണ് വന്നത്. ഞങ്ങളുടെ വണ്ടിക്ക് എന്തോ ഭാഗ്യം കൊണ്ടാണ് ഇടിക്കാതിരുന്നത്, ഞാൻ വെട്ടിച്ച് മാറ്റിയത് കൊണ്ട് മാത്രം. അപ്പോൾ എന്തൊരു ധൈര്യമാണ് നമുക്കുള്ളത് പുറത്തിറങ്ങുമ്പോൾ. കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിക്കുക, ഡ്രഗ് അടിച്ചിട്ട് വണ്ടി ഓടിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കയ്യിലല്ല അല്ലേ? കൺട്രോൾ നമ്മുടെ കയ്യിലല്ല. അപ്പോൾ നിങ്ങളുടെ കുട്ടികളിലെ ചെറുപ്പകാലത്ത് തന്നെ, ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ, അതായത് ഒരു 7 വയസ്സിന് ഉള്ളിൽ തന്നെ ഒരു വാല്യൂ സിസ്റ്റം അവരിൽ ഇൻസ്റ്റിൽ ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് ഉള്ള ജീവിതത്തിൽ നമ്മൾ നമ്മുടെ കർമ്മത്തിൽ കൂടെ ശരിയായ കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ എന്നുള്ള ഒരു മെസ്സേജ് കുട്ടികൾക്ക് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക. അതപ്പോൾ അവരുടെ മനസ്സിൽ, സബ് കോൺഷ്യസിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡാണ് നമ്മളെപ്പോഴും പ്രശ്നമാക്കുന്നത്. ഈ സബ് കോൺഷ്യസിൽ ഇത് കയറിക്കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ അവർ ഒരിക്കലും വഴി തെറ്റില്ല എന്നുള്ളതാണ് സത്യം. ഇത് അവരുടെ ആ ഒരു ടീനേജ് കാലത്ത്, ഒരു 10-20 വയസ്സൊക്കെ കഴിയുന്നവരെ നമ്മൾ പിന്നാലെ നടക്കണം. അവരുടെ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധിച്ച് അവർ ഓരോ സമയത്തും നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആ ഒരു ടീനേജ് സമയത്താണ് ഏറ്റവും അധികം അവർ വഴി തെറ്റാനുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ആ ടീനേജിലാണ്, ഒരു 15 വയസ്സ്, 13, ടീനേജ് എന്ന് പറയുന്നത് 13 മുതൽക്കാണല്ലോ അങ്ങോട്ട് തുടങ്ങുന്നത്. 13 മുതൽക്കൊരു 19 വരെയുള്ള, ഒരു 20 ഇയേഴ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ നന്നായിട്ട് പിള്ളേരുടെ പുറകുന്ന് നിങ്ങൾ മാറരുത്. അവർ എന്ത് പ്രവൃത്തി ചെയ്യുന്നു, ആരോട് കൂട്ടുകൂടുന്നു, എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് അവർക്ക് ഓരോ സമയത്തും കറക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ അത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറും. അപ്പോൾ പിന്നീടുള്ള ജീവിതത്തിൽ അവർക്ക് ഒരിക്കലും വഴി തെറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. കുറേ സംസാരിച്ച് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.